ഹലോ. ഇന്ന് ഓണാണല്ലോ, അപ്പം ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓണത്തിനെ പറ്റി പറയണമെങ്കിൽ നല്ലോണം പറയാനുണ്ട്. കാരണം പഴയ കാല ഓർമ്മകൾ ഭയങ്കരമാണ് എനിക്കത്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഓണം വരവേൽക്കണ ഒരു ആഴ്ച മുന്നേ തുടങ്ങും. അതിൻ്റെ സാമഗ്രികളും സാധനങ്ങളൊക്കെ വാങ്ങൽ. അതാണ് നമ്മളെ ഒരു ഓണം എൻ്റെ ഓർമ്മയിൽ. ഇപ്പോഴത്തെ ഓണം ഉണ്ട്, കുട്ടികളെ ആഘോഷം ഇപ്പം മിഞ്ഞാന്ന് ഇന്നലെയൊക്കെ കണ്ട് ഭയങ്കര ആഘോഷം. അതെ അതെ അതെ. എല്ലാം ഭയങ്കരമാണ്. അതുണ്ട്, ആഘോഷ രീതി, വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ബേക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല, പഴയ കാലങ്ങളിലെ എന്നാണ്. അവർക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ വലിയ അറിവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതെ അതെ. അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് പോകണം, പഴയ കാര്യങ്ങൾ നോക്കണം. പിന്നെന്താ വെച്ചാൽ അന്ന് ഞാനും ഇതിനൊക്കെ കളിയാക്കിയിരുന്നു. പിന്നീടാണ് ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ മേന്മ നമുക്ക് മനസ്സിലാവണേ. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, കൊണ്ടുവന്നത് എന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അങ്ങനെയൊന്നും ഒരു ഇതുണ്ടാവില്ല. കാരണം അവർക്ക് ചിലപ്പോൾ സദ്യ തന്നെ എങ്ങനെ ഉണ്ടാക്കലോ കാര്യങ്ങളൊന്നും അറിയാം. അന്ന് തലേന്ന് തന്നെ എല്ലാവരും അതിന് കൂട്ടുപിടിച്ചിട്ടാണ് അത് തുടങ്ങൽ. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ട് തന്നെ ആ ഓണത്തിനോ ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ സദ്യകളും കാര്യങ്ങളും. ഇപ്പം അങ്ങനെയല്ലേ, എന്നും സദ്യയല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മകൾ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ ആൻഡ് നബിദിന ആശംസകൾ. താങ്ക് യു.